നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ട് ഹാപ്പിയായിട്ട് അടിപൊളിയായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. നമ്മുടെ അപ്പോൾ ബ്രൈഡൽ ബ്രൈറ്റനിങ് ക്രീം സീരീസിലത്തെ രണ്ടാമത്തെ വീഡിയോ ആണ്. ഇന്ന് നമ്മൾ കാണുന്നത് നമ്മുടെ സ്കിൻ ബാരിയർ റിപ്പയർ ചെയ്തിട്ട് നമ്മുടെ സ്കിന്നിനെ കുറച്ചും കൂടി സ്മൂത്ത് അതുപോലെ തന്നെ സ്കിൻ ക്ലിയർ ആവാനും കൂടി ഹെൽപ്പ് ചെയ്യുന്നതും നമുക്ക് ഓൾസോ ബ്രൈറ്റനിങ് കൂടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു ക്രീമാട്ടോ. ഹോം മെയ്ഡ് ക്രീമാണ് കാണുന്നത്. ഇതൊരു ആയുർവേദ കൂട്ടാണ് കേട്ടോ നമ്മളിന്ന് കാണുന്നത്. അത് വെച്ചിട്ടാണ് നമ്മൾ ഈ ക്രീം പ്രിപ്പയർ ചെയ്യണത്. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട മാതിരി തന്നെ. അപ്പോൾ കഴിഞ്ഞ ദിവസം നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അതെന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയാം. ആ ഒരു ക്രീം എന്ന് പറയുന്നത് നമ്മുടെ ബ്രൈറ്റനിങ്ങിന് മെയിനായിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നതും നമ്മുടെ ഫേസിൽ മേക്കപ്പ് എന്താ പറയുക മേക്കപ്പ് ഇല്ലാതെ തന്നെ നമുക്ക് ആ ഒരു സ്മൂത്ത് സർഫസും ഒക്കെ കിട്ടണമൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ക്രീമാട്ടോ. അപ്പോൾ അതിൻ്റെ വേണമെങ്കിൽ ഞാൻ ലിങ്ക് ഇതാ ഇവിടെയും അതുപോലെ തന്നെ ഫസ്റ്റ് കമൻറ്റിലും കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ സ്കിൻ ബാരിയറുകൾ ഏതെങ്കിലും വൈറ്റനിങ് ക്രീമൊക്കെ യൂസ് ചെയ്തിട്ടോ നമ്മുടെ സ്കിന്നിൻ്റെ ബാരിയറൊക്കെ നാശമായിരിക്കുകയാണ്, നമുക്ക് നിറയെ കുരും പിമ്പിൾസ് മാർക്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നല്ലോണം ക്ലിയർ ആവാനും പിന്നെ നമ്മുടെ ഫേസ് കുറേ കൂടി ഗ്ലോയിങ് ബ്രൈറ്റനിങ് സ്മൂത്ത് ആവാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ക്രീമാട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നേരം കളയാണ്ട് എങ്ങനെയാണ് ഈ ക്രീം പ്രിപ്പയർ ചെയ്യണത്. നമ്മുടെ ബ്രൈഡൽ ബ്രൈറ്റനിങ് ക്രീമിലെ ഡേ 2 നമ്മൾ കാണിക്കാൻ പോണത് ഇത് നമ്മുടെ ഡാമേജസ് ഒക്കെ നല്ല രീതിക്ക് തന്നെ മാറി ക്ലിയർ ആൻഡ് റിപ്പയർ ആക്കുന്ന ഒരു ക്രീമാട്ടോ. നമുക്ക് വേണ്ടത് നാൽപ്പാമര കൂട്ടാണ്. നാൽപ്പാമര കൂട്ട് പണ്ട് മുതലേ നമുക്ക് ഇങ്ങനെ ബോഡിക്കും സ്കിന്നിനൊക്കെ ഡാമേജസ് ആകുമ്പോൾ ഒരുപാട് അത് റിക്കവർ ചെയ്യാനും റിപ്പയർ ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നതാട്ടോ. തീറ്റി അറിയാൽ പേരാൽ ആ ഒരു കൂട്ട്. അപ്പൊ നമുക്കിത് നമ്മുടെ അങ്ങാടി കടയിൽ നിന്ന് അല്ലെങ്കിൽ ആയുർവേദ കടകളിലൊക്കെ കിട്ടും നാൽപ്പാമര കൂട്ട് എന്ന് പറഞ്ഞിട്ട്. ഇത് നമ്മൾ ഏകദേശം ഞാനിവിടെ ഒരു 50 ഗ്രാം എടുത്തിട്ട് നമ്മളിങ്ങനെ വെള്ളത്തിൽ, അതായത് ജസ്റ്റ് നല്ല ശുദ്ധമായ വെള്ളത്തിൽ നമ്മൾ തലേന്ന് സോക്ക് ചെയ്ത് വെക്കുക. എന്നിട്ട് ഇപ്പൊ പിറ്റേ ദിവസം നോക്കുമ്പോൾ കളറൊക്കെ ചെറുതായിട്ട് മാറിയിട്ടുണ്ടാവും. എന്നിട്ട് നമ്മളത് ഒരു 2 ടീസ്പൂൺ ആക്കിയിട്ട് നമ്മൾ നന്നായിട്ട് കഷായാക്കി അതിനെ വറ്റിച്ച് മൂടി വെച്ച് വറ്റിച്ച് തീ ആദ്യം തിളയ്ക്കണ വരെ തീ കൂട്ടിയിടുക. തള വരുമ്പോൾ നമ്മൾ തീ കുറച്ചിട്ടിട്ട് മൂടി വെച്ചിട്ട് അതിങ്ങനെ വറ്റിച്ചെടുക്കാം. അപ്പൊ നമുക്ക് കളറൊക്കെ ഏകദേശം നല്ലൊരു എന്താ പറയുക ഡാർക്ക് മെറൂൺ പോലത്തെ ഒക്കെ കളറായിട്ട് കിട്ടും. അപ്പൊ അതിങ്ങനെ വറ്റിച്ച് 2 ടീസ്പൂൺ ആക്കി എടുക്കാം കേട്ടോ. അതാണ് നമ്മൾ ആദ്യത്തെ ഒരു പ്രിപ്പറേഷൻ വരുന്നത്. അപ്പൊ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇത് പണ്ട് മുതലേ നമുക്ക് ഈ ഡെലിവറിക്ക് ശേഷം നമ്മുടെ ബോഡിയിൽ വരുന്ന സ്കിന്നിലൊക്കെ വരുന്ന ഡാമേജസിനൊക്കെ കുറയ്ക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പൊ റിപ്പയറിങ് ഒരുപാട് നല്ല രീതിയിൽ ഇത് വർക്കാവും റിപ്പയറിങ്ങിന്. അപ്പൊ നമുക്ക് ഇങ്ങനെ വൈറ്റനിങ് ക്രീം ഒക്കെ യൂസ് ചെയ്ത് നമ്മുടെ സ്കിന്ന്, ഫേസിന്റെ കവിള്, നെറ്റി, അതുപോലെ ചീക്സ് ഏരിയ ഒക്കെ നമുക്ക് ചിലർക്ക് ഡാമേജസ് ആയിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് ഒരുപാട് നല്ലതാണ്. എസ്പെഷ്യലി നമുക്ക് പിമ്പിൾസ് ഒക്കെ വന്ന് മാർക്സ് ഒക്കെ വന്ന് ഡാമേജസിനെ നല്ല രീതിക്ക് തന്നെ മാറ്റി സ്മൂത്തനാക്കാം. അപ്പൊ ഞാനിവിടെ നിലാസെപ്സിന്റെ അലോവേര ജെല്ല് 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ അടുത്ത ഇൻഗ്രീഡിയന്റ് ഞാൻ പറഞ്ഞ മാതിരി ഓപ്ഷണൽ ആണ് നമ്മുടെ ആൽമണ്ട് ഓയിൽ. അതൊരു എന്താ പറയാ ഒരു 1/2 ടീസ്പൂൺ ആണെങ്കിൽ 1 ടീസ്പൂൺ വേണ്ട, 1/2 ടീസ്പൂൺ മതി എടുത്തിട്ടുണ്ട്. അത് ഓപ്ഷണൽ ആട്ടോ, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം മതി. നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോ ഇത് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാൻ വേണം, കാരണം എക്സ്ട്രാക്റ്റിന്റെ സ്മെല്ല് മാറും പുറത്ത് വെക്കുമ്പോൾ. അപ്പൊ അതുകൊണ്ടാണ് ഇത് ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ. അപ്പൊ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തത് ഇവിടെ ഒരു ജാറിലാക്കി സൂക്ഷിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും അപ്ലൈ ചെയ്ത് നോക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ ക്രീം കേട്ടോ. അപ്പൊ ഇത് നമുക്ക് അപ്ലൈ ചെയ്യണം. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കഴിഞ്ഞ ഡേ 1 പറഞ്ഞ മാതിരി നമുക്കിത് പാക്കായിട്ടും ട്രൈ ചെയ്യാം. നിങ്ങൾക്ക് ക്രീമായിട്ടൊന്നും ഫേസിലിടാൻ താല്പര്യമില്ലാത്തവരാണെങ്കിൽ പാക്കായിട്ടും ട്രൈ ചെയ്യാം. അപ്പൊ ഇത് നമുക്ക് രാവിലെയും വൈകുന്നേരം യൂസ് ചെയ്യാം. ഏറ്റവും നല്ല ഇഫക്റ്റീവ് ആവുക നമ്മൾ വൈകുന്നേരം ഫേസ് വാഷ് ചെയ്തിട്ട് ജസ്റ്റ് ഇത് അപ്ലൈ ചെയ്തിട്ട് നമ്മൾ കുറച്ചൊരു തിക്കായിട്ട് ലെയറായിട്ട് ഒന്ന് അപ്ലൈ ചെയ്തിട്ട്, കാരണം അലോവേര ഇതുണ്ട് നമ്മൾ ജസ്റ്റ് ലൈറ്റായിട്ട് ഇടുമ്പോൾ നന്നായിട്ട് അബ്സോർബ് ആയി പോകും. അപ്പോൾ കുറച്ച് തിക്കായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ അങ്ങനെ തന്നെ ഉറങ്ങാം. പിറ്റേ ദിവസം നമ്മളിത് വാഷ് ചെയ്യുക. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് ട്രൈ ചെയ്യുമ്പോഴായിട്ട് ഏറ്റവും കൂടുതൽ റിസൾട്ട് ഉണ്ടാവുക. അപ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാവുക നമ്മുടെ ക്രീം. ഇതുമാതിരി നമുക്ക് കുറേശ്ശെ എടുത്തിട്ട് ഇത് ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമുക്കറിയണമല്ലോ ഇതിൻ്റെ എക്സ്ട്രാക്റ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്മെല്ല് മാറും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിത് ഫ്രിഡ്ജിൽ വെക്കുക, എന്നിട്ട് യൂസ് ചെയ്യുക. അപ്പോൾ കുറച്ചും കൂടി ഒന്ന് തിക്കാവും കേട്ടോ. ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ഒന്ന് അബ്സോർവ് ആകുമ്പോൾ ഒന്നും കൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്. കാരണം അലോവേര പെട്ടെന്ന് നന്നായിട്ട് അബ്സോർബ് ആവും. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചൊരു തിക്ക് ലെയറായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പൊ പിമ്പിൾസിന്റെ മാർക്സ്, അതുപോലെ ഡാമേജസ്, വൈറ്റനിങ് ക്രീം തേച്ചിട്ട് റെഡ്നെസ്, ഇച്ചിനെസ്, അതുപോലെ തന്നെ നിറച്ച് എന്താ പറയാ കലകളും കുഴികളും ഒക്കെ ആയിട്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇത് യൂസ് ചെയ്യാം കേട്ടോ. കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് തിക്കായിട്ട് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് ഇങ്ങനെ തന്നെ ഉറങ്ങുക. അതിന് ശേഷം
പിറ്റേസിൻ്റെ രാവിലെ നമ്മൾ ജനറലി നമ്മൾ നോർമൽ ജസ്റ്റ് ഫേസ് വാഷ് തന്നെ ഇത് പൊക്കോളും. പിന്നെ നിങ്ങൾക്ക് നമ്മൾ എന്തായാലും നമ്മളൊന്ന് ഫേസ് വാഷ് ചെയ്യണമല്ലോ രാവിലെ എന്തെങ്കിലും സ്കിൻ കെയറിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ നമുക്ക് ലൈറ്റായിട്ട് എന്തെങ്കിലും ഫേസ് വാഷ് നിങ്ങൾ എന്തെങ്കിലും പൗഡറുകളോ അല്ലെങ്കിൽ കടലമാവ് എന്തെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ വാഷ് ചെയ്യാം. ഇല്ലെങ്കിൽ വളരെ ലൈറ്റായിട്ട് ജനറലി വളരെ മൈൽഡായിട്ടുള്ള ഒരു ഫേസ് വാഷ് വെച്ചിട്ട് ഒന്ന് ഫേസ് വാഷ് ചെയ്യാം. പിന്നെ നമ്മുടെ സ്കിൻ കെയർ ഞാൻ പറഞ്ഞ മാതിരി എന്തായാലും സ്കിൻ കെയർ കണ്ടിന്യൂ നന്നായിട്ട് ചെയ്യണം. എന്നാലാണ് നമുക്ക് ഇതിൻ്റെയൊക്കെ റിസൾട്ട് ഉണ്ടാവുള്ളൂ. എസ്പെഷ്യലി സൺസ്ക്രീൻ നമ്മൾ എന്തായാലും യൂസ് ചെയ്യണം. അപ്പോൾ ഇതാട്ടോ നമ്മുടെ ആ ഒരു ക്രീം ഡേ 2-ലത്തെ. അപ്പോൾ ഈ ഒരൊറ്റ നാൽപ്പാമര കൂട്ടുകൊണ്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ക്രീമാട്ടോ. അപ്പോൾ ഇത് ഞാൻ മുൻപ് നാൽപ്പാമര കൂട്ടിനെ കുറിച്ച് ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട്, കുറച്ച് 2-3 കൊല്ലമൊക്കെ മുൻപായിട്ട്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഫാമിലിയിൽ കുറേ പേര് പുതിയതായിട്ടൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ടാവുമല്ലോ, ഒരുപാട് പേരുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരും ചിലപ്പോൾ നോട്ടീസ് ചെയ്തിട്ടുണ്ടാവില്ല പഴയ വീഡിയോസൊന്നും. അപ്പോൾ അങ്ങനെയുള്ളവർക്കും ഇത് വളരെ യൂസ്ഫുൾ ആണ്. ഇത് നല്ലൊരു എന്താ പറയുക മെത്തേഡാണ്. പിന്നെ അതുപോലെ പണ്ട് കാലങ്ങളിലൊക്കെ ഞാൻ പറഞ്ഞ മാതിരി ഈ പ്രഗ്നൻസി അതായത് ഡെലിവറി ഒക്കെ കഴിഞ്ഞ് നമുക്കൊന്ന് സെറ്റ് ആവാനൊക്കെ ഈ നാൽപ്പാമരം ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ ബോഡിയും അതുപോലെ തന്നെ സ്കിന്നും ഒക്കെ ഇതിന് നല്ലതാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇത് വളരെ നല്ലതാണ്. അപ്പം ഈ ഒരു മെത്തേഡിൽ യൂസ് ചെയ്യുകയാണെങ്കിലും നമ്മുടെ സ്കിന്നിന് അതായത് നമ്മുടെ ഫേസിലെ ഒരു സ്കിന്നിൻ്റെ ഡാമേജസ് ഒക്കെ നല്ല രീതിക്ക് തന്നെ റിപ്പയർ ചെയ്തിട്ട് സ്കിന്ന് കുറേ കൂടി ക്ലിയർ ആവാനൊക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ സീരീസിൽ നിങ്ങളുടെ ഇഷ്യൂ ഇതാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.